ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നിഷ്ട് വേഴ്സസ് കൈൻ അല്ലെങ്കിൽ ജർമ്മനിൽ എങ്ങനെയൊക്കെ നമുക്ക് നോ പറയാമെന്ന് പഠിക്കാം. അപ്പം ജർമ്മനിൽ നോ പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ നിഷ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ കൈൻ എന്ന് പറയാം. എപ്പോഴൊക്കെയാണ് നിഷ്ടും കൈനും യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നിഷ്ട് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. നിഷ്ടിന്റെ മീനിങ് വരുന്നത് നോട്ട്, യൂസ് ടു നെഗേറ്റ് എന്താണ് വേർബ്സ്, അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, പ്രിപ്പോസിഷണൽ ഫ്രേസസ് അല്ലെങ്കിൽ എൻറ്റയർ സെന്റൻസ്, ഒരു എൻറ്റയർ സെന്റൻസിനെയോ അല്ലെങ്കിൽ ആ സെന്റൻസിലുള്ള വേർബിനെയോ ആഡ്ജക്റ്റീവിനെയോ ആഡ്വേർബിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുള്ള ഫ്രേസിനെയോ നെഗേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? നിഷ്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ എനിക്കത് വേണ്ട എന്ന് മലയാളത്തിൽ പറയും, പക്ഷെ നമ്മൾ നീ അത് ചെയ്യരുത്, ഒരു ആക്ഷൻ നമ്മൾ അരുത് എന്നാണ് പറയുന്നത്. നീ അത് വേണ്ടാന്ന് നമ്മൾ പറയത്തില്ല. നമ്മളൊരു സാധനം നമുക്ക് വേണ്ടാന്ന് പറയുമ്പോൾ വേണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ വേണ്ടയും അരുതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് നിഷ്ടും കൈനും തമ്മിലുള്ള വ്യത്യാസം ജർമ്മനിൽ വരുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Ich komme nicht, I am not coming. Das ist nicht gut, that is not good. Ich gehe nicht ins Kino, I am not going to the cinema. ഇനി ഈ നിഷ്ട് ഒരു സെന്റൻസിൽ വരുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്, എങ്ങനെയാണ് എവിടെയാണ് വരുന്നതെന്നുള്ളത്. അതായത് ഈ നിഷ്ടിന്റെ പൊസിഷൻ എവിടെയാണ് ഒരു സെന്റൻസിൽ എന്നുള്ളതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നെഗേറ്റിംഗ് ദി എൻറ്റയർ വെർബ് ഓർ ആക്ഷൻ, ഒരു സെന്റൻസിലുള്ള വെർബിനെയോ അല്ലെങ്കിൽ അതിനകത്തുള്ള വെർബിനാണല്ലോ ആക്ഷൻ, അതിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടി നിഷ്ട് എവിടെ വരും? ഇറ്റ് സ്റ്റാൻഡ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി സെന്റൻസ്, സെന്റൻസിന്റെ ഏറ്റവും ലാസ്റ്റിലായിരിക്കും വരുന്നത്. ഇനി ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇഷ് കൊമ്മേ ഹോയിറ്റെ നിഷ്ട്, ഐ എം നോട്ട് കമ്മിങ് ടുഡേ. അപ്പൊ ഇവിടെ എന്താണ്? കം എന്നുള്ള വെർബിനെയാണ് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഷ്ട് എവിടെ വന്നു? സെന്റൻസിന്റെ ഏറ്റവും ലാസ്റ്റ് വന്നു. സി കോംറ്റ് മോർഗൻ നിഷ്ട്, ഷീ ഈസ് നോട്ട് കമ്മിങ് ടുമോറോ. അപ്പൊ ഇവിടെയും കൊമ്മെന്നുള്ള വെർബിനെയാണ് നെഗേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഷ്ട് എവിടെ വന്നു? സെന്റൻസിന്റെ ഏറ്റവും ലാസ്റ്റ് വന്നു. അടുത്തത് ഒരു അക്വസാറ്റീവ് അല്ലെങ്കിൽ ഡാറ്റീവ് ഒബ്ജക്റ്റിനെ നമുക്ക് നെഗേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സെന്റൻസിൽ അവിടെയും എന്താണ്? നിഷ്ട് സ്റ്റാൻഡ്സ് ബിഫോർ ദി ഒബ്ജക്ട്, അതായത് ആ ഒബ്ജക്റ്റിന്റെ തൊട്ട് മുന്നേ ആയിട്ടായിരിക്കും ആ സെന്റൻസിൽ നിൽക്കുന്നത്. ഈ എക്സാമ്പിൾ നോക്കിയേ. ഇഷ് ലേ സേ നിഷ്ട് ദസ് ബുക്ക്, ഐ ഡോണ്ട് റീഡ് ദി ബുക്ക്. ആ ബുക്കിനെയാണ് ഞാൻ വായിക്കാത്തത്. ഞാൻ വായിക്കുന്നില്ല എന്നല്ല പറയുന്നത്, ഇവിടെ ആ ബുക്കിനെയാണ് ഞാൻ വായിക്കാത്തത്. അപ്പൊ ഇവിടെ നെഗേറ്റ് ചെയ്യുന്നത് എന്താണ്? ബുക്കിനെയാണ്. അതുകൊണ്ട് തന്നെ ബുക്കിന്റെ തൊട്ട് മുന്നേ, ആ ഒബ്ജക്റ്റിന്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ അതിനെ എഴുതും. സി ഹിൽഫ് നിഷ്ട് ദ ഫ്രൗ, എന്താണ്? അവൾ ആ സ്ത്രീയെ സഹായിച്ചില്ല. അപ്പൊ ഇവിടെ എന്താണ്? ആരെയാണ് സഹായിക്കാനെ? സ്ത്രീയെ. ഇപ്പൊ നമ്മൾ ഈ സ്ത്രീയെ എന്നുള്ളത്, അതായത് ദർ ഫ്രൗ എന്നുള്ളത് എഴുതാതെ സി ഹിൽഫ് നിഷ്ട് അങ്ങനെ എഴുതുമായിരുന്നെങ്കിലോ അതെന്താണ്? വെർബിനെ കോൺജുഗേറ്റ് ചെയ്തതായിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ സി ഹിൽഫ് നിഷ്ട് ദർ ഫ്രൗ എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രൗനെയാണ് നമ്മൾ നെഗേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒബ്ജക്റ്റിന്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് എന്ത് വരുന്നത്? നിഷ്ട് വരുന്നത്. അടുത്തത് റൂൾ 3, നെഗേറ്റിംഗ് ആൻഡ് ആഡ്ജക്റ്റീവ് ഓർ ആഡ്വർബ്. അതായത് ഒരു സെന്റൻസിൽ ആഡ്ജക്റ്റീവോ ആഡ്വർബോ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നെഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ സെന്റൻസിൽ വരുന്ന ആഡ്ജക്റ്റീവിന്റെയോ ആഡ്വർബിന്റെ തൊട്ട് മുന്നേ ആയിട്ടായിരിക്കും നിഷ്ട് വരുന്നത്. നിഷ്ട് സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ആഡ്ജക്റ്റീവ് ഓർ ആഡ്വർബ്. ഈ എക്സാമ്പിൾ നോക്കിയേ. സി സ്പ്രിഷ്ട് നിഷ്ട് ലൗഡ്, ഷീ ഡോണ്ട് സ്പീക്ക് ലൗഡ്ലി എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ലൗഡ് എന്നുള്ളത് എന്താണ്? ലൗഡ് എന്നുള്ളത് ആഡ്വർബ് ആണ്. അപ്പൊ ആഡ്വർബിനെ തൊട്ട് മുന്നേ ആയിട്ടാണ് നിഷ്ട് വന്നിരിക്കുന്നത്. ദി ടാഷേ ഇസ് നിഷ്ട് ടോയർ, ദി ബാഗ് ഇസ് നോട്ട് എക്സ്പെൻസീവ്. അപ്പൊ എക്സ്പെൻസീവ് എന്നുള്ളത് ഇവിടെ എന്താണ്? ആഡ്ജക്റ്റീവ് ആണ്. ആഡ്ജക്റ്റീവിന്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് ഇവിടെ നിഷ്ട് വന്നിരിക്കുന്നത്. അടുത്തത് നെഗേറ്റിംഗ് എ പ്രിപ്പോസിഷണൽ ഒബ്ജക്ട്. അതായത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ട് വരുന്ന ഒബ്ജക്റ്റിനെ, അതാണ് പ്രിപ്പോസിഷണൽ ഒബ്ജക്ട് അല്ലെങ്കിൽ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെ വരുന്നതാണ്? നിഷ്ട് എവിടെ വരും? ഇറ്റ് സ്റ്റാൻഡ്സ് ബിഫോർ ദി പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷന്റെ തൊട്ട് മുന്നേ ആയിട്ടായിരിക്കും എന്ത് വരുന്നത്? നിഷ്ട് വരുന്നത്. എക്സാമ്പിൾ നോക്കിയേ. വി സ്പ്രchen nicht über das Problem, we don't speak about the problem. അപ്പൊ ഇവിടെ about എന്നുള്ള പ്രിപ്പോസിഷൻ വന്നിരിക്കുന്ന കണ്ടില്ലേ? അതിന്റെ തൊട്ട്, അതായത് über ന്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് നിഷ്ട് വന്നിരിക്കുന്നത്. അടുത്തത് ich warte nicht auf dich, I am not waiting for you. ഇവിടെ for എന്നുള്ളതിന്റെ ആണ് എന്താണ്? auf dich, auf എന്നുള്ള പ്രിപ്പോസിഷൻ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ aufന്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ത്? നിഷ്ട്. അടുത്തത് നെഗേറ്റിംഗ് ടൈം, പ്ലേസ് ഓർ മാനർ. അതായത് എന്തെങ്കിലും ഒരു ടൈം സംബന്ധമായിട്ടോ ടൈം എക്സ്പ്രഷൻ ആയിട്ട് പറയാനായിട്ടോ അല്ലെങ്കിൽ സ്ഥലത്തിനെ പറ്റി പറയാനായിട്ടോ എന്തെങ്കിലും ഒരു മാനർ, അതെങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയാനായിട്ട് നെഗേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എവിടാണ് നിഷ്ട് ഇടുന്നത്? ടൈമിന്റെയോ പ്ലേസിന്റെയോ മാനറിന്റെ തൊട്ട് മുന്നേ ആയിട്ടായിരിക്കും നിഷ്ട് ഇടുന്നത്. സ്റ്റാൻഡ്സ് ബിഫോർ ഇറ്റ്. എക്സാമ്പിൾ നോക്കിയേ. ഇഷ് കൊമ്മേ നിഷ്ട് ഹോയിറ്റെ. ഇവിടെ ഹോയിറ്റെ എന്നുള്ളത് എന്താണ്? ടൈം എക്സ്പ്രഷൻ ആണ്. ടുഡേ എന്നുള്ളതിന്റെ മീനിങ് ആണ്. ഐ എം നോട്ട് കമ്മിങ് ടുഡേ. അപ്പൊ ഇവിടെ ടുഡേ എന്നുള്ളതിന്റെ തൊട്ട് മുന്നേ അല്ലെങ്കിൽ ഹോയിറ്റെ എന്നുള്ളതിന്റെ തൊട്ട് മുന്നേ ആണ് ഇവിടെ നിഷ്ട് വന്നിരിക്കുന്നത്. അടുത്ത സി ഫെയർ നിഷ്ട് മിറ്റ് ദം ബസ്, ഷീ ഈസ് നോട്ട് ട്രാവലിംഗ് ബൈ ബസ് എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. അതാണ് മാനർ എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പൊ മിഡ് ദം ബസ് എന്നുള്ളതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് എന്ത്? നിഷ്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണേൽ പറയാം മിറ്റ് എന്നുള്ളത് പ്രിപ്പോസിഷൻ ആണ്. അപ്പൊ പ്രിപ്പോസിഷന് തൊട്ട് മുന്നേ ആയിട്ട് നിഷ്ട് വന്നപ്പോൾ എന്താണ്? അത് നെഗേറ്റ് ചെയ്യാനായിട്ട് നിഷ്ട് തൊട്ട് മുന്നേ ആയിട്ട് ഇട്ടു.
അടുത്ത റൂളാണ് മൊഡാൽ വേർബ്സ് സെന്റൻസിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും. സെന്റൻസിൽ ഇപ്പോൾ മൊഡാൽ വേർബ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിഷ്ട് സ്റ്റാൻഡ്സ് ബിഫോർ ദി ഇൻഫിനിറ്റീവ് അറ്റ് ദി എൻഡ് ഓഫ് ദി സെന്റൻസ്. സെന്റൻസിന്റെ ഏറ്റവും എൻഡിൽ വരുന്ന ഇൻഫിനിറ്റീവിന്റെ തൊട്ട് മുന്നേ ആയിട്ടായിരിക്കും മൊഡാൽ വേർബ്സ് എന്താണ് നിഷ്ട് വരുന്നത്. അപ്പൊ ഇത്രയും റൂൾസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ്, ഈ നിഷ്ട് എവിടാ വരുന്നത്, എന്തിനെയാണോ നമ്മൾ നെഗേറ്റ് ചെയ്യാൻ നോക്കുന്നത് അതിന്റെ തൊട്ട് മുന്നേ ആയിട്ടായിരിക്കും എന്ത് വരുന്നത്, നിഷ്ട് വരുന്നത്. പക്ഷെ ഒരു വെർബിനെയോ ആക്ഷനെയോ എൻറ്റയർ വെർബിനെയോ ആക്ഷനെയോ നമുക്ക് നെഗേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ ആ സെന്റൻസിന്റെ ഏറ്റവും ലാസ്റ്റിലായിരിക്കും നിഷ്ട് വരുന്നത്. അടുത്തത് കൈൻ. കൈനിന്റെ മീനിങ് വരുന്നത് നോ, നോട്ട്, നോട്ട് എനി എന്നൊക്കെയുള്ള, നെവർ എന്നൊക്കെ പറയാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൈൻ എങ്ങനെ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ഒരു സെന്റൻസിലെ നൗണിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. എങ്ങനത്തെ നൗൺ, നൗൺ വിത്ത് നോ ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ ഇല്ലാത്ത നൗൺ, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉള്ള നൗൺ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐൻ, ഐന് ഒക്കെ യൂസ് ചെയ്യത്തില്ലേ, അതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. കൈനിന്റെ ഫോംസ് നമ്മൾ നോമിനാറ്റീവ്, അക്യുസാറ്റീവ്, ഡാറ്റീവ് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ഇവിടെ ഒന്നുകൂടെ നമുക്ക് നോക്കാം. മസ്കുലിൻ വരുമ്പോൾ നോമിനാറ്റീവിന്റെ എങ്ങനെയാണ്, കൈന്ന് വരും, ഫെമിനിനിൽ കൈന എന്ന് പറയും, കൈന എന്ന് വരും, നോയിറ്ററിൽ കൈൻ, പ്ലൂറലില് കൈന എന്ന് വരും. അക്യുസാറ്റീവില് മസ്കുലിനിൽ കൈനൻ, കൈന്, കൈൻ, കൈന്. ഡാറ്റീവില് കൈനേം, കൈനർ, കൈനേം, കൈനൻ എന്ന് വരും. ഇനി കൈന്റെ പൊസിഷൻ എപ്പോഴാണ് വരുന്നത്, എപ്പോഴും കൈനിന്റെ പൊസിഷൻ നൗണിന്റെ തൊട്ട് മുന്നേ ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നൗൺ മിക്കുന്നത് ഒബ്ജക്റ്റ് ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം അതിന്റെ തൊട്ട് മുന്നേ ആയിട്ടായിരിക്കും കൈൻ എന്ന് ഉള്ള കൈൻ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഇഷ് ഹാവ് എ കൈൻ ഔട്ടോ, ഐ ഡോണ്ട് ഹാവ് എ കാർ. ഇവിടെ കാർ ആണ് എന്ത്, നൗൺ ആയിട്ട് വരുന്നത്, അതുകൊണ്ട് തന്നെ അതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് കൈൻ വന്നു. സി കൗച്ച് കൈന് ടാഷ്, ഷീ ഇസ് നോട്ട് ബൈയിങ്, അല്ലെങ്കിൽ ഷീസ് നോട്ട് ബൈയിങ് എ ബാഗ്. അപ്പൊ ഇവിടെ എന്താണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ എന്ന് പറയുന്നത് ടാഷ് അല്ലെങ്കിൽ ബാഗ് എന്നാണ്. അപ്പം അതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് കൈൻ നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ ജർമ്മനിൽ നമുക്ക് നോ പറയാനായിട്ട് യൂസ് ചെയ്യാവുന്ന രണ്ട് വേർഡ്സ് ആണ് നിഷ്ടും കൈനും. നിഷ്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, വെർബിന്റെ കൂടെയോ ആഡ്ജക്റ്റീവ്, ആഡ്വേർബ് അല്ലെങ്കിൽ പ്രിപ്പോസിഷണൽ ഫ്രേസസിന്റെ കൂടെയോ, അല്ലെങ്കിൽ എന്താണ് എൻറ്റയർ സെന്റൻസ് നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ നിഷ്ട് യൂസ് ചെയ്യുന്നത്. കൈൻ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഒരു നൗണിനെ, സെന്റൻസിലെ നൗണിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കൈൻ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ മലയാളത്തിൽ ഓർത്ത് വെച്ചാലും മതി. ഇപ്പൊ നമ്മൾ ഒരു സാധനം എനിക്കത് വേണ്ട, എനിക്ക് ഈ ബോട്ടിൽ വേണ്ട എന്ന് പറയാനായിട്ട് നമ്മൾ എന്താണ് വേണ്ടയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നീ അത് ചെയ്യരുത് അല്ലെങ്കിൽ നീ ഓടരുത് എന്ന് പറയുമ്പോൾ നീ ഓടുന്നത് വേണ്ട എന്ന് നമ്മൾ പറയത്തില്ല, ഓടരുത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വേണ്ട, അരുത് അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് മലയാളത്തിലും പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ജർമ്മനിലും നിഷ്ടും കൈനും നമ്മൾ പറയുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചാലും മതി.